നമസ്കാരം. കേരള ഭൂമിശാസ്ത്ര ഭാഗത്ത് ഇന്ന് 14ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ ചേരുന്നതിനും മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ മറ്റ് സേവനങ്ങൾക്കായിട്ട് ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിലൊന്ന് മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? കേരളം, അല്ലേ? നിങ്ങൾക്കറിയാം, മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ മൺസൂൺ എന്ന പദം, മൺസൂൺ എന്നുള്ള പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, മോസിം എന്ന് പറയുന്ന അറബി വാക്കിൽ നിന്നാണ് ഏത് പദം ഉണ്ടായത്? മൺസൂൺ എന്നുള്ള പദം ഉണ്ടായത്, അല്ലേ? അപ്പൊ മോസിം എന്ന് പറയുന്ന അറബി വാക്കിൽ നിന്നാണ്, പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന പദം ഉണ്ടായി വന്നത്. മോസിം എന്ന് പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? മോസിം എന്ന് പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്. മോസിം എന്ന അറബി വാക്കിന്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ, ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് നമ്മൾ ഉപയോഗിക്കും, അല്ലെ? നമ്മൾ ഭൂമിശാസ്ത്രത്തിനകത്ത് മൺസൂൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഋതുക്കൾ എന്നല്ല. അതെന്താണ്? കാറ്റാണ്. ഇന്ത്യയിൽ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകൾ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. അപ്പോൾ മോസിം എന്ന് പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം ഋതുക്കൾ എന്നായിരിക്കും. പക്ഷേ മൺസൂൺ എന്നുള്ള പദം നമ്മള് ഭൂമിശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് കാറ്റുകളുമായി ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയ നാവികനാരാണ്? മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയ നാവികനാരെന്ന് ചോദിച്ചാല് അത് ഹിപ്പാലസ് ആണ്. ഗ്രീക്കുകാരനായിട്ടുള്ള നാവികനാണ്, സഞ്ചാരിയാണ് ഹിപ്പാലസ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയ ഗ്രീക്ക് നാവികനാണ് ആര്? ഹിപ്പാലസ്. AD 45 ഹിപ്പാലസ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയ നാവികൻ ഹിപ്പാലസ്. AD 45 ഹിപ്പാലസ് എവിടെ വന്നിട്ടുണ്ട്? കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മൺസൂണിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്ന ഒരു കൃതിയുണ്ട്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയുണ്ട്, ചേസിംഗ് ദി മൺസൂൺ. ചേസിംഗ് ദി മൺസൂൺ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം 1990 പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ് ചേസിംഗ് ദി മൺസൂൺ. ആ പുസ്തകത്തിന്റെ രചയിതാവ് ആര്? നിങ്ങൾക്കറിയാം, അലക്സാണ്ടർ ഫ്രൈറ്റർ. അലക്സാണ്ടർ ഫ്രൈറ്റർ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു ട്രാവലറാണ്. ആര്? അലക്സാണ്ടർ ഫ്രൈറ്റർ. ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്, ഒരു സഞ്ചാരിയാണ്, ജേർണലിസ്റ്റ് കൂടിയാണ്. ആര്? അലക്സാണ്ടർ ഫ്രൈറ്റർ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഏത്? ചേസിംഗ് ദി മൺസൂൺ. 1990 പ്രസിദ്ധീകരിച്ച പുസ്തകം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ്, അല്ലെ? അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമുക്ക് കേരളത്തിന്, ഇന്ത്യക്ക് മഴയ്ക്ക് കാരണമാകുന്നത് മൺസൂൺ കാറ്റുകളാണെന്ന് പറഞ്ഞു. മൺസൂൺ കാറ്റുകൾ രണ്ട് തരത്തിലുണ്ട്. അതിന്റെ ഗതിക്കനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചാണ് പറയുന്നത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. വേറൊന്ന് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് അറബിക്കടലിൽ രൂപം കൊണ്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്, അല്ലെ? അതേസമയം വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്ന്, അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് പോയി അത് പിന്നീട് തിരിച്ചിറങ്ങി പോകുന്നതാണ് ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് പ്രവേശിക്കുന്ന ഒരു ദിശയിൽ കൂടിയാണ്, അത് തിരിച്ചിറങ്ങി പോകുന്നത് വേറൊരു ദിശയിൽ കൂടിയാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ നൽകുന്ന മൺസൂൺ കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളല്ല, സംശയം വേണ്ട. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മഴയുടെ 80% പ്രദാനം ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് അത് ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും ശക്തമായിട്ട് അനുഭവപ്പെടുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കാം. അതുപോലെ മനസ്സിലാക്കുക, തെക്ക് വടക്കൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ രൂപം കൊള്ളുന്നത് അറബിക്കടലിലാണ്. അതേസമയം വടക്ക് കിഴക്കൻ മൺസൂൺ രൂപം കൊള്ളുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ്. അതായത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കൊള്ളുന്നതിന്റെ ഫലമായിട്ടാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. അതേസമയം അറബിക്കടൽ ശാഖയിൽ അല്ലെങ്കിൽ അറബിക്കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു അല്ലെ. അതേസമയം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം പ്രവേശിക്കുന്നത്, അറബിക്കടലിൽ രൂപം കൊണ്ട് ആദ്യം പ്രവേശിക്കുന്നത് ഏത് ഇന്ത്യൻ പ്രദേശത്താണ് എന്ന് ചോദിച്ചാൽ ആൻഡമാനിലാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം എത്തുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആൻഡമാനിലാണ്. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ വരുന്നത്. മനസ്സിലായോ? സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ പേര് പറയാനുള്ളൂ, ഏതാണ്? കേരളം. പക്ഷേ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം പ്രവേശിക്കുന്നത് ഇന്ത്യയിൽ ഏത് പ്രദേശത്താണെന്ന് ചോദിച്ചാൽ ആൻഡമാനിലാണ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെത്തുന്നു. കേരളത്തില് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം എത്തുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം എത്തുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം കേരളത്തില് അതിന്റെ പ്രഭാവം ഉണ്ടാവുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം, കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ലയെന്ന് ചോദിച്ചാലും തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ലയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ്. ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം കേരളത്തിൽ പ്രവേശിക്കുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോട് ജില്ലയാണ്. അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിൽ ഇടുക്കി ബോർഡറിന് അടുത്തായിട്ട് വരുന്ന നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ, ജില്ലയല്ല പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നേര്യമംഗലം എന്നാണ്. പക്ഷെ വേറൊരു ചോദ്യമുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലക്കിടിയാണ്. കേരളത്തിലെ ചിറാപ്പുഞ്ചി അങ്ങനെ പറയാൻ കാരണം ഒരുപാട് മഴ എപ്പോഴും കിട്ടും എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. പക്ഷെ അത് പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ മാറ്റമൊക്കെ ഉണ്ടായപ്പോൾ അതിനകത്ത് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ്. പക്ഷെ പണ്ട് മുതലേ വിളിക്കുന്നതാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ ലക്കിടിയാണ്. ലക്കിടി എന്ന് പഠിക്കുന്നതിനകത്ത് ഒരക്കിടി പറ്റാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ലക്കിടി 2 ജില്ലകളിലുണ്ട്. ലക്കിടി എന്നുള്ള പേരുള്ള സ്ഥലം 2 ജില്ലകളിലുണ്ട്. ഒന്ന് വയനാട്, വേറൊന്ന് പാലക്കാട്. പാലക്കാടത്തെ ലക്കിടി കൂടുതലും എങ്ങനെയാണ് പ്രസിദ്ധം? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന കവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് ലക്കിടി. അവിടെയാണ് കിള്ളിക്കുറിശി മംഗലം അല്ലെ. അതേസമയം ഞാൻ പറഞ്ഞ ലക്കിടി, അതായത് കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ലക്കിടി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വയനാട്ടിലാണ്. വയനാട്ടിൽ വൈത്തിരിക്കടുത്താണ് ഏത് ലക്കിടി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്
ലക്കിടി. വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ ഹോസ്ദുർഗ് താലൂക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന താലൂക്ക് ഹോസ്ദുർഗ് താലൂക്കാണ്. ഹോസ്ദുർഗ് താലൂക്ക് എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം, നമ്മളിപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ പ്രഭാവം കാണിക്കുന്നത് ഉത്തര കേരളത്തിലാണോ അതോ ദക്ഷിണ കേരളത്തിലാണോ എന്ന് ചോദിച്ചാൽ മലബാറിലാണോ, മലബാറിന് താഴോട്ടുള്ള തെക്കുള്ള പ്രദേശത്താണോ എന്നാണ് ചോദ്യം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. മലബാറിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം ദക്ഷിണ കേരളത്തെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായിട്ടുള്ളത് എന്നുള്ളൊരു വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം, ജില്ല എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ചിന്നാറാണ്. ചിന്നാർ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് അല്ലെ. ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിന്നാറിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത്? അവിടെ മാത്രം മഴ കുറയാനുള്ള കാരണം എന്താണ്? അതൊരു മഴ നിഴൽ പ്രദേശമാണ്. മഴ നിഴൽ പ്രദേശമാണ്. ഏത്? ചിന്നാർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ചിന്നാർ ഒരു മഴ നിഴൽ പ്രദേശമാണ്. അപ്പൊ അവിടെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിന് ഒരു വലിയ പങ്കുണ്ട് അല്ലെ. നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിന് വലിയ പങ്കുണ്ട്. നമ്മുടെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിന് ഒരു വലിയ പങ്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അറബിക്കടലിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കേരളത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മുടെ കിഴക്കൻ അതിർത്തി അല്ലെ, കിഴക്കൻ അതിരാണല്ലോ പശ്ചിമഘട്ടം. കിഴക്കൻ അതിർത്തിയിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകളാണ് പശ്ചിമഘട്ടം. അപ്പം പശ്ചിമഘട്ടം എന്ത് ചെയ്യുന്നു? ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. അതായത് കേരളത്തിന് അപ്പുറത്ത് പോകാതെ, തമിഴ്നാട്ടിലോട്ടൊന്നും പോകാതെ തടഞ്ഞു നിർത്തുന്നു. തടഞ്ഞു നിർത്തുമ്പോഴത്തേക്കും ഇവിടെ സമുദ്രത്തിൽ നിന്ന് വരുന്ന കാറ്റാണ്. അപ്പൊ ആ കാറ്റിനകത്ത് നീരാവി ഉണ്ടായിരിക്കും. ആ കാറ്റ് എന്ത് ചെയ്യുന്നു? ഉയർന്ന് പൊങ്ങുന്നു, മേഘമായിട്ട് രൂപം കൊള്ളുന്നു, പർവ്വതത്തിന് അഭിമുഖമായിട്ടുള്ള സ്ഥലത്ത് മഴയായിട്ട് പതിക്കുന്നു. പർവ്വതത്തിന് അപ്പുറത്ത് പെയ്യത്തില്ല, കാരണം പർവ്വതം തടുത്തു നിർത്തി. അപ്പോൾ പർവ്വതത്തിന് അഭിമുഖമായിട്ടുള്ള സ്ഥലത്ത് മേഘരൂപീകരണം നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് മഴ പെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏത് സമയത്ത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത്. അതേസമയം തൊട്ടപ്പുറത്തുള്ള നമ്മുടെ കിഴക്ക് അതിർത്തിയിൽ വരുന്ന തമിഴ്നാട്ടിന് മഴ ലഭിക്കുന്നുമില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് മഴ ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പശ്ചിമഘട്ടത്തിന് അപ്പുറമാണ്. പശ്ചിമഘട്ടത്തിന് അപ്പുറമുള്ള സ്ഥലം എന്ന് പറയുന്നത് മഴ നിഴൽ പ്രദേശമാണ്. അപ്പൊ അവിടെ മഴ ലഭിക്കില്ല. അപ്പൊ ഈ മഴയെ നമ്മൾ പറയുന്നതാണ് ഓറോഗ്രാഫിക് റെയിൻ അഥവാ ശൈലവൃഷ്ടി. ശൈലവൃഷ്ടി എന്ന് പറയുമ്പോൾ ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം, പർവ്വതം കാരണം ഉണ്ടാകുന്ന മഴ അല്ലെ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പർവ്വതം കാരണം ഉണ്ടാകുന്ന മഴ. അപ്പോൾ ഇവിടെ മഴ സംഭവിക്കുന്നത് എവിടെയാണ്? പർവ്വതത്തിന് അഭിമുഖമായിട്ടുള്ള സ്ഥലത്ത്. കാറ്റ് വന്ന് തട്ടി മാറുന്ന പർവ്വതത്തിന് അഭിമുഖമായിട്ടുള്ള സ്ഥലത്ത് മഴ പെയ്യുന്നു. അതാണ് ശൈലവൃഷ്ടി എന്നുള്ളത്. ഓർക്കുക, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ചിന്നാറിൽ പെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വതത്തിന് അപ്പുറത്തെ ഭാഗത്തായിട്ട് കിടക്കുന്ന പ്രദേശമാണ് ഏത്? ചിന്നാറ്. കേരളത്തിൽ തന്നെയാണ്, പക്ഷെ പർവ്വതത്തിന് അപ്പുറത്തായിട്ട് കിടക്കുന്ന ഒരു മഴ നിഴൽ പ്രദേശമായതുകൊണ്ടാണ് ചിന്നാറിൽ മഴ അധികം ലഭിക്കാത്തത്. അപ്പോൾ കേരളത്തിൽ ഒരു മഴ നിഴൽ പ്രദേശമാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന സ്ഥലമാണ് ഏത്? ചിന്നാർ എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു, കേരളത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിനൊരു പങ്കുണ്ട് എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് മനസ്സിലായി. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കേരളത്തിൽ ഉണ്ടാകാൻ കാരണം ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന മല നിരകളാണ്. അതില്ലായിരുന്നെങ്കിൽ ഈ കാറ്റങ്ങ് പോയേനെ. അപ്പൊ നമുക്ക് അത്രയ്ക്ക് മഴ ലഭിക്കത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ശൈലവൃഷ്ടി എന്ന് പഠിക്കുന്നത് കൊണ്ട് വേറൊരു കാര്യം കൂടി അവിടെ പഠിച്ചു പോകണം. വേറൊരു സ്ഥലത്ത് നമുക്കത് പഠിക്കാൻ
പറയാനായിട്ട് പറ്റൂല. സംവഹന വൃഷ്ടി. ഏതാണ്? സംവഹന വൃഷ്ടി അല്ലെ. ശൈലവൃഷ്ടിക്ക് കാരണം ഞാൻ പറഞ്ഞു, അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ വായു, ആ വായു പർവ്വത ചരിവുകളിൽ തട്ടിപ്പൊങ്ങി മേഘമായി രൂപം കൊണ്ട് പെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ സംവഹന വൃഷ്ടിക്ക് അറബിക്കടലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സംവഹന വൃഷ്ടിക്ക് കടലുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ ഭൗമ ഉപരിതലം നന്നായിട്ട് ചൂടാവും അല്ലെ. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ ഭൗമ ഉപരിതലം നന്നായിട്ട് ചൂടാവുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ആ ഭാഗത്ത് മർദ്ദം കുറയും അല്ലെ. വായുവിന്റെ സാന്ദ്രത കുറയും, മർദ്ദം കുറയും. അപ്പോൾ വായു എന്ത് ചെയ്യും? ഉയർന്ന് പൊങ്ങും. അങ്ങനെ നല്ല ചൂടുള്ള ദിവസം ഭൗമോപരിതലം ഇങ്ങനെ ചുട്ടു പൊള്ളുമ്പോൾ ആ ഭാഗത്തെ വായു ഉയർന്ന് പൊങ്ങിയിട്ട് അതെന്തായിട്ട് മാറും? മേഘമായിട്ട് മാറും. പിന്നെ അത് മഴയായിട്ട് വരും അല്ലെ. നമുക്ക് തന്നെ അറിയാം, നല്ല ചൂടുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ചിലപ്പോൾ മഴയുണ്ടാവാറുണ്ട്. അതിന് കാരണം ഇതാണ്. നല്ല ചൂടുള്ള ദിവസം ഭൗമ ഉപരിതലം ചൂടാവുമ്പോഴത്തേക്കും അവിടെയുള്ള വായു ഉയർന്ന് പൊങ്ങുകയും അത് എന്തായിട്ട് വരികയും ചെയ്യും? മേഘം രൂപപ്പെട്ട് മഴയായിട്ട് പതിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മഴയെ നമ്മൾ പറയുന്നതാണ് കൺവെക്ഷണൽ റെയിൻ അഥവാ സംവഹന വൃഷ്ടി അല്ലെ. അപ്പൊ നല്ല ചൂടുള്ള ദിവസമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മഴ ലഭിക്കുക എപ്പോഴായിരിക്കും? ഉച്ചയ്ക്ക് ശേഷമോ ഉച്ചയ്ക്കോ ആയിരിക്കും അല്ലെ. ഉച്ച കഴിഞ്ഞ ഉടനെയോ ആയിരിക്കും സാധാരണഗതിയിൽ സംവഹന മഴ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ സംവഹന മഴയുടെ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്കോ ഉച്ച കഴിഞ്ഞ ഉടനെയോ ആണ് സംവഹന മഴ ഉണ്ടാവാനുള്ള സാധ്യത. അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സംവഹന മഴയ്ക്ക് വേറൊരു പേര് കൂടി പറയാറുണ്ട്, ഉച്ചലിത വൃഷ്ടി. സംവഹന മഴ അഥവാ ഉച്ചലിത വൃഷ്ടി പിള്ളേരുടെ പുസ്തകത്തിൽ പഠിക്കാനുള്ളതാണ്. സംവഹന മഴ അഥവാ ഉച്ചലിത വൃഷ്ടി. അപ്പോൾ ഭൗമോപരിതലം ചൂടായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന മഴയാണെങ്കിൽ അത് സംവഹന വൃഷ്ടിയാണ്. ചിലപ്പോൾ ചോയ്സിൽ ചോദ്യകർത്താക്കളുടെ പിശക് കാരണം സംവഹന വൃഷ്ടിയും കൊടുത്തിരിക്കും, ഉച്ചലിത വൃഷ്ടിയും കൊടുത്തിരിക്കും. ഇത് രണ്ടും ഒന്നാണ്. എങ്കിലും ഉത്തരം നിങ്ങൾ എഴുതാവൂ? സംവഹന വൃഷ്ടി എന്ന് മാത്രമേ എഴുതാവൂ. PSC ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരമായിട്ട് കൊടുത്തിരുന്നത് സംവഹന വൃഷ്ടിയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം, സംവഹന വൃഷ്ടി. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മഴ പെയ്യുന്നത് അല്ലെ. അങ്ങനെയുള്ള മഴ ഇടിവെട്ടി പെയ്യുന്ന മഴയായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ആ മഴയാണെങ്കിൽ നല്ല ഇടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സംവഹന വൃഷ്ടി നടക്കുമ്പോൾ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മഴയെ, സംവഹന വൃഷ്ടിയെ വേറെ രീതിയിൽ കൂടി പറയാറുണ്ട്, 4 o'clock റെയിൻ അഥവാ 4 മണി മഴ. അപ്പൊ 4 മണി മഴ എന്നറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാലും സംവഹന വൃഷ്ടിയാണ്. സംവഹന വൃഷ്ടി, 4 മണി മഴ, അതുപോലെ ഉച്ചലിത വൃഷ്ടി. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ചക്രവാത വൃഷ്ടി. ചക്രവാത വൃഷ്ടി എന്താണ്? ചക്രവാത വൃഷ്ടി തണുത്ത കാറ്റ് ഒരു ഭാഗത്തുകൂടി വരുന്നു, ചൂടുള്ള കാറ്റ് ഒരു ഭാഗത്തുകൂടി വരുന്നു അല്ലെ. തണുത്ത കാറ്റ് ഒരു ഭാഗത്തുകൂടി വരുന്നു, ചൂടുള്ള ഒരു കാറ്റ് ഒരു ഭാഗത്തുകൂടി വരുന്നു. രണ്ടും എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടിമുട്ടുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ചൂടുള്ള വായു ഉയർത്തപ്പെടും അല്ലെ. തണുത്ത വായു ചൂടുള്ള വായുവിനെ ഉയർത്തും അല്ലെ. ചൂടുള്ള വായു ആകുമ്പോഴത്തേക്കും സാന്ദ്രത കുറവായിരിക്കും. അപ്പൊ ആ ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എന്താണ് ചക്രവാത വൃഷ്ടി എന്ന് ചോദിച്ചാൽ, തണുത്ത വായുവും ചൂടുള്ള വായുവും പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ സാന്ദ്രത കൂടിയ തണുത്ത വായു സാന്ദ്രത കുറഞ്ഞ ചൂടുള്ള വായുവിനെ മുകളിലോട്ട് തള്ളി ഉയർത്തുകയും അങ്ങനെ ഉയർത്തപ്പെടുന്ന ചൂടുള്ള വായു മേഘമായിട്ട് രൂപം കൊള്ളുകയും മഴയായിട്ട് പതിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മഴയെ നമ്മൾ പറയും ചക്രവാത വൃഷ്ടി. അപ്പൊ അങ്ങനെയുള്ള മഴ എന്ത് പേരിൽ പറയും? ചക്രവാത വൃഷ്ടി എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് ആലിപ്പഴ വർഷം നമുക്കറിയാം. ചില സമയത്തൊക്കെ അപൂർവമായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആലിപ്പഴ വർഷം എന്ന് പറയുമ്പോൾ മഴയോടൊപ്പം ഈ പറഞ്ഞ മഞ്ഞുകട്ടകളും കൂടി ഐസ് കട്ടകളും കൂടിയൊക്കെ പെയ്യും. അതിനാണ് നമ്മൾ പറയുന്നത് ആലിപ്പഴ വർഷം. ഈ ആലിപ്പഴ വർഷം നടക്കുന്നത് ഏത് കാലാവസ്ഥാ പ്രദേശത്താണ് എന്ന് കൂടി ഓർത്തു വയ്ക്കണം. ഉഷ്ണമേഖലാ കാലാവസ്ഥാ പ്രദേശത്താണ്. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതുവിലുള്ള കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ ഉഷ്ണമേഖലാ കാലാവസ്ഥാ പ്രദേശത്ത് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ആലിപ്പഴ വർഷം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു മഴയെ കുറിച്ച് കൂടി പറയാം, വിർഗ. ഏതാണ്? വിർഗ എന്ന് പറയുന്ന മഴ. ഇതെവിടെയാണ് ഈ വിർഗ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിഭാസം ഈ മഴയുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ മരുപ്രദേശത്താണ്. അതായത് നല്ല ചൂടുള്ള മരുപ്രദേശത്താണ് അല്ലെ. മരുപ്രദേശത്ത് പൊതുവെ എന്തില്ല? മഴയില്ല. പക്ഷെ അവിടെ പെയ്യുന്ന മഴയെ വിളിക്കുന്ന പേരാണ് ഏത്?
വിർഗ. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, നല്ല ചൂടല്ലേ, അപ്പം വായു ഉയർന്നു പൊങ്ങും. വായു ഉയർന്നു പൊങ്ങിയിട്ട് എന്തായിട്ട് വീഴും? മഴയായിട്ട് വീഴും അല്ലെ, മഴത്തുള്ളികളായിട്ട് താഴോട്ട് വീഴും. പക്ഷേ നല്ല ചൂട് കാരണം, ഭൗമ ഉപരിതലത്തിന് നല്ല ചൂട് കാരണം ഈ മഴത്തുള്ളികൾ താഴോട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ ഇത് ആവിയായിട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും എവിടെ വീഴത്തില്ല? ഭൂമിയിൽ വീഴത്തില്ല. ഇതാണ് വിർഗ. അപ്പം വിർഗ എന്ന് പറയുന്ന പ്രതിഭാസം അല്ലെങ്കിൽ അങ്ങനെയുള്ള മഴ ഏത് പ്രദേശത്താണെന്ന് ചോദിച്ചാൽ അത് മരുപ്രദേശത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി, നമ്മൾ ഇത്രയും നേരം മഴ, മേഘം എന്നൊക്കെ പറഞ്ഞു അല്ലെ. മഴയ്ക്ക് കാരണമാകുന്ന മേഘം, പലതരത്തിലുള്ള മേഘങ്ങളുണ്ട്. മഴയ്ക്ക് കാരണമാകുന്ന മേഘം അതിനെ നമ്മൾ പൊതുവെ മഴമേഘങ്ങൾ എന്ന് വിളിക്കും അല്ലെ. മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളെ നമ്മൾ പൊതുവെ മഴമേഘങ്ങൾ എന്ന് വിളിക്കും. മഴമേഘങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ക്യൂമലോ നിംബസ്. ക്യൂമലോ നിംബസ് താഴെ തന്നിരിക്കുന്നതിൽ മഴമേഘമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യൂമലോ നിംബസ് ആണ് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ കാലാവസ്ഥയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം എന്നല്ലേ ചോദിച്ചത്? അത് പുനലൂരാണ്. കേരളത്തിലെ ഏറ്റവും ചൂടുള്ള പ്രദേശം പുനലൂരാണ്. അതേസമയം കേരളത്തിലെ ഏറ്റവും ചൂടുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അത് മാറിപ്പോവും, പഴയ ആൾക്കാർക്ക് അത് നന്നായിട്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല പാലക്കാടും ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ പുനലൂരുമാണ് അല്ലെ. എന്തുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഇത്രയും അധികം ചൂടുണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പശ്ചിമഘട്ടം ഏറെക്കുറെ തുടർച്ചയായിട്ടുള്ള മലനിരകളാണ് എന്ന് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ്. എന്നിരുന്നാലും പശ്ചിമഘട്ടത്തിൽ അവിടെ ഇവിടെയായിട്ട് എന്തുണ്ട്? വിടവുകളുണ്ട് അല്ലെ. അതിൽ ഏറ്റവും വലിയ വിടവാണ് പാലക്കാടൻ ചുരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവാണ് അല്ലെങ്കിൽ ചുരമാണ് ഏത്? പാലക്കാടൻ ചുരം. ഏതാണ്ട് 30 മുതൽ 40 കിലോമീറ്റർ വരെ ദൈർഘ്യമുണ്ട്. ഏതിന്? പാലക്കാടൻ ചുരത്തിന്. ദൈർഘ്യം എന്ന് പറഞ്ഞാൽ വീതിയാണ്. ആ പറഞ്ഞ പശ്ചിമഘട്ടത്തിലെ വീതി അത് എത്രയുണ്ട്? 30 മുതൽ 40 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഏതിന്? പാലക്കാടൻ ചുരത്തിന്. നമുക്കറിയാം പാലക്കാടൻ ചുരം കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു. പാലക്കാടിനെ കോയമ്പത്തൂരുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് അല്ലെ. അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാലും പാലക്കാടൻ ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാലും പാലക്കാടൻ ചുരമാണ്. അതുകൊണ്ടാണ് ഗതാഗതം വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ ഈ പാലക്കാടൻ ചുരത്തിലോട്ട് വന്ന എന്തിനാണ്? ഈ പാലക്കാടൻ ചുരത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റുകൾ കേരളത്തിലോട്ട് വരും. പാലക്കാടൻ ചുരത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റുകൾ കേരളത്തിലോട്ട് വരും അല്ലെ. അപ്പം പാലക്കാടൻ ചുരം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ആ ഉഷ്ണക്കാറ്റിന്റെ സ്വാധീനം ഏത് ജില്ലയിലുണ്ടാവും? പാലക്കാട് ജില്ലയിലുണ്ടാവും. അതുകൊണ്ടാണ് പാലക്കാട് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ചൂട് കൂടിയ ജില്ലയായിട്ട് മാറുന്നത്. അപ്പൊ പിന്നെ പുനലൂർ എങ്ങനെയാണ് ഈ ചൂട് വരുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിടവാണ് ആര്യങ്കാവ് വിടവ്. ആര്യങ്കാവ് വിടവ് അഥവാ ആര്യങ്കാവ് ചുരം അല്ലെ, കൊല്ലം ജില്ലയിലായിട്ട് വരും ആര്യങ്കാവ് ചുരം. അപ്പൊ കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് ഏത്? പുനലൂർ. പുനലൂരിന് കുറച്ചപ്പുറത്താണ് ഈ പറഞ്ഞ ആര്യങ്കാവ് എന്ന് പറയുന്ന ആ ചുരം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുമുള്ള ഉഷ്ണക്കാറ്റ് എവിടോട്ട് വരും? പുനലൂർ ഭാഗത്തോട്ട് വരും. അപ്പോൾ എന്താണ് പശ്ചിമഘട്ടത്തിലെ ഈ രണ്ട് വിടവുകളുടെ പ്രാധാന്യം എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, പശ്ചിമഘട്ടം കാലാവസ്ഥയെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നു, മഴ പെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ചൂട് കൂടുന്നതിനും കാരണമാകുന്നത് ഏത്? പശ്ചിമഘട്ടത്തിലെ ഈ വിടവാണ്. അപ്പം പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യം, കേരളത്തിന്റെ കാലാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ കാലാവസ്ഥ പൊതുവെ നമ്മൾ പറയും ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണെന്ന് പറയും അല്ലെ. കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെയും പൊതുവിലുള്ള കാലാവസ്ഥ ഏതാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അല്ലെ. ഭൂമധ്യരേഖ പ്രദേശത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഏത്? ഇന്ത്യ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം കേരളം. 8 ഡിഗ്രി അക്ഷാംശത്തിനും 12 ഡിഗ്രി അക്ഷാംശത്തിനും എന്ന് പറയുമ്പോൾ ഉത്തരാക്ഷാംശം, അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് ഏതാണ്ട് 8 ഡിഗ്രി 10 ഡിഗ്രി മാറിയിട്ടാണ് കേരളം ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉഷ്ണം ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കുള്ളത്, ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. പക്ഷെ ഉഷ്ണ
ഉഷ്ണം എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ഉഷ്ണത്തിലോട്ട് പോകുന്നില്ല അല്ലെ. കാരണം എന്താണ്? നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ പകുതി സമയം എന്താണ്? നല്ല മഴ ലഭിക്കുന്നു. ഒരു വർഷത്തിലെ പകുതി സമയവും നല്ല മഴ ലഭിക്കുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അത്യധികം ഉഷ്ണം നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഇല്ല. അപ്പൊ അതുകൊണ്ട് പൊതുവിൽ നമ്മൾ പറയും ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണെന്ന് പറയും. കേരളത്തിലെ ഇന്ത്യയുടെ കാലാവസ്ഥ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. കേരളത്തിലെ കാലാവസ്ഥയെ, അതായത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയെ നമ്മൾ തരം തിരിച്ചാൽ പ്രധാനമായിട്ട് നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയെ തരംതിരിച്ചാൽ പ്രധാനമായിട്ട് നാലായിട്ട് തരംതിരിക്കാം. ഒന്ന് ശൈത്യകാലം. ശൈത്യകാലം കേരളത്തിലെ കാലാവസ്ഥയെ തരംതിരിക്കുമ്പോൾ ഒന്ന് ശൈത്യകാലം, രണ്ട് വേനൽക്കാലം, മൂന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, നാല് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അപ്പൊ ഇങ്ങനെ കേരളത്തിന്റെ കാലാവസ്ഥയെ, പൊതുവിലുള്ള കാലാവസ്ഥയെ, ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയെ നാലായിട്ട് തരംതിരിക്കാം. ഇവിടെ ഇപ്പോൾ നാലായിട്ട് തരംതിരിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വലിയ വ്യത്യാസം കേരളത്തിൽ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവും, വർഷത്തിൽ ഓരോ ഇടവേളകളിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളിങ്ങനെ തരംതിരിച്ചു എന്നേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് ഒരേ ചൂടും ഒരേ തണുപ്പുമാണ് വർഷം മുഴുവനും അല്ലെ. പ്രകടമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതേസമയം ഇന്ത്യയുടെ കാലാവസ്ഥയെ തരംതിരിക്കുമ്പോൾ പ്രകടമായുള്ള വ്യത്യാസമുണ്ട്. ഉഷ്ണം വളരെ കൂടുന്ന സമയമുണ്ട്, തണുപ്പ് വളരെ കൂടുന്ന സമയമുണ്ട്. ഇന്ത്യയുടെ പൊതുവിലുള്ള കാര്യത്തിൽ കേരളത്തിന്റെ കാലാവസ്ഥ പറയുമ്പോൾ കാലാവസ്ഥയെ നാലായിട്ട് തിരിച്ചാലും അവ തമ്മിൽ പ്രകടമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുകൂടി മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ ശൈത്യകാലം എപ്പോഴാണ് കേരളത്തില്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസമാണ് അല്ലെ. ഡിസംബർ എന്ന് പറയുമ്പോൾ വൃശ്ചികം തുടങ്ങും. അപ്പോൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസമാണ് ഏത്? ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അപ്പൊ കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്താണ്, മാസങ്ങളിലാണ്. അതായത് കൊച്ചുകുട്ടി പോലും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരം എഴുതും. ഇനി അത് കഴിഞ്ഞിട്ട് വേനൽക്കാലവും നിങ്ങൾക്ക് അറിയാം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം. അത് കഴിഞ്ഞാൽ പിന്നെ വേനൽക്കാലമായി. മാർച്ചൊക്കെ ആവുമ്പോഴത്തേക്കും തണുപ്പ് മാറി ചൂടാവാനായിട്ട് തുടങ്ങും. അപ്പൊ അത് മാർച്ച് മുതലാണ്. വേനൽക്കാലം തുടങ്ങുന്നത് ഏത് മുതലാണ്? മാർച്ച് മുതലാണ് അല്ലെ. മാർച്ച് മുതൽ ഏതാണ്ട് മെയ് വരെ, മാർച്ച് ഏപ്രിൽ മെയ് അല്ലെ. മാർച്ചിൽ പരീക്ഷയെ കഴിയും, പിന്നെ 2 മാസം വെക്കേഷൻ ആണ്. എന്തുകൊണ്ടാണ്? ചൂട് കൂടുതലാണ്. പിള്ളേരധികം ചൂടാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ. ആ സമയത്താണ് വെക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലമാണ് വേനൽക്കാലം. അപ്പോൾ ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരി, മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലം ഏതാണ്? വേനൽക്കാലം. ഇനി അവിടെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന മഴ. വേനൽക്കാലത്ത് നമുക്ക് മഴ കിട്ടാറുണ്ട് അല്ലെ. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ശരിക്കും പ്രധാനപ്പെട്ട മഴക്കാലമെങ്കിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വേനൽക്കാലത്ത്, പ്രത്യേകിച്ചും ഏപ്രിൽ മാസത്തിൽ നമുക്ക് വേനൽ മഴ ലഭിക്കാറുണ്ട്. അപ്പൊ ആ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. മാംഗോ ഷവർ. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് മുമ്പായിട്ട് കേരളത്തിൽ അനുഭവപ്പെടുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മാംഗോ ഷവർ എന്ന് അറിയപ്പെടുന്നു. മാംഗോ ഷവർ. മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാങ്ങ അല്ലെ. കേരളത്തിൽ മാങ്ങ സീസണിന് തുടക്കം കുറിക്കുന്നത് ഈ പറഞ്ഞ സമയത്താണ്. അതായത് ഈ പറഞ്ഞ മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പോഴത്തേക്കും ഏതിന് തുടക്കം കുറിക്കുന്നു? മാങ്ങാ സീസണിന് തുടക്കം കുറിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് മാങ്ങാ സീസൺ തുടങ്ങുന്നത് പാലക്കാട് ജില്ലയിൽ മുതലമട എന്ന് പറയുന്ന സ്ഥലത്താണ്. പാലക്കാട് ജില്ലയിൽ മുതലമട എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് മാങ്ങാ സീസൺ തുടങ്ങുന്നത്. അപ്പൊ ആ മുതലമട മാങ്ങകൾക്ക് ഭയങ്കര ഡിമാൻഡുമാണ്. കാരണം ആദ്യം മറ്റ് സ്ഥലങ്ങളിൽ മാങ്ങ ഉൽപാദനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫലം പാകമായി കിട്ടുന്നത് എവിടെയാണ്? പാലക്കാട് മുതലമടയിലാണ്. ഈ മാംഗോ ഷവറിന് ആ മുതലമടയിലെ മാങ്ങ കൃഷിയുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. ആ മുതലമട അന്താരാഷ്ട്ര മാർക്കറ്റിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള മാങ്ങകളാണ് മുതലമടയിലെ മാങ്ങകൾ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു വെക്കണം. കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ മുതലമടയാണ്. കേരളത്തിന്റെ മാംഗോ സിറ്റി ഏതാണ്? മുതലമടയാണ്. അത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയുടെ കാര്യം പറയുമ്പോൾ അവിടെ വേറൊരു സ്ഥലമുണ്ട്, നെല്ലിയാമ്പതി അല്ലെ. ഓറഞ്ച് തോട്ടങ്ങളുടെ നാട്. നെല്ലിയാമ്പതി ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായുള്ള
സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. അതേസമയം മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് മുതലമട, അതെവിടെയാണ്? അത് പാലക്കാടാണ്. മാംഗോ ഷവർ വേനൽ മാസത്തിൽ പെയ്യുന്ന മഴ, അതിനെ വേനൽ മഴ എന്ന് പറയാറുണ്ട്. അതുപോലെ ഏപ്രിലിലെ മഴ എന്ന് പറയാറുണ്ട്. ഏപ്രിൽ റെയിൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? മാംഗോ ഷവറാണ്. കാരണം ആ സമയത്താണ് ഇത് കൂടുതലും പെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാലഘട്ടത്തിലോട്ട് വരാം, അടുത്ത തരംതിരിവിലോട്ട്. ആദ്യം ശൈത്യകാലം പറഞ്ഞു, രണ്ടാമത് വേനൽക്കാലം പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാലം ഏതാണ്? അതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം കേരളത്തിലെ മഴക്കാലം ആകാനായിട്ട് പോകുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അതെപ്പോഴാണെന്ന് നമുക്ക് അറിയാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. ഇനി തുടർച്ചയായിട്ടുള്ള 4 മാസം മഴയാണ്. തുടർച്ചയായുള്ള 4 മാസം മഴയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം ശക്തമായിട്ട് അനുഭവപ്പെടും, പിന്നീട് അതിന്റെ ശക്തി കുറയും, അവസാനമാകുമ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കും. ശക്തി ആദ്യം കൂടുന്നു, കുറയുന്നു, പിന്നെ വീണ്ടും കൂടുന്നു. ഇങ്ങനെയാണ് ആ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ആ ഒരു പോക്ക്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസത്തിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നമുക്ക് അറിയാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആ സമയത്ത് പെയ്യുന്ന മഴ അല്ലെ, അതിനെയാണ് നമ്മൾ കാലവർഷം ഇടവപ്പാതി എന്ന് പറയുന്നത്. കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ് കാലവർഷം എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇടവപ്പാതി, ഇടവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മലയാളം വർഷം നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു മാസമാണ് ഇടവം. ഇടവം പകുതിക്ക് വെച്ചിട്ടാണ് ഈ മഴ തുടങ്ങുന്നത്. അപ്പോൾ കാലവർഷം ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏത് മഴയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ്. കാലവർഷം ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഏത് മാസമാണെന്ന് ചോദിച്ചാലോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ അത് ജൂലൈ മാസത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഏത് മാസത്തിലാണ്? ജൂലൈ മാസത്തിലാണ്. ഏറ്റവും കുറച്ച് മഴ പെയ്യുന്നത് ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ ജനുവരി മാസത്തിലാണ്. ഏറ്റവും കുറച്ച് മഴ കേരളത്തിൽ രേഖപ്പെടുത്തുന്നത് ജനുവരി മാസവും ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തുന്നത് ജൂലൈ മാസത്തിലാണ്. ഓർത്തു വെക്കണം. ജൂണിൽ തുടങ്ങി ആ ശക്തി പ്രാപിക്കും ആദ്യം തന്നെ. അപ്പൊ അത് ജൂലൈയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കേരളം എന്ന് പറയുമ്പോൾ കൂടുതൽ ഇപ്പോൾ മഴയാണ് അല്ലെ. വർഷത്തിൽ പകുതിയിൽ കൂടുതൽ ഇപ്പോൾ മഴയായി വരുന്നു. ആഗോള താപനം, അതിന്റെ ഫലമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ നാട്ടില് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള സമുദ്രങ്ങൾ, അതായത് ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഈ പറഞ്ഞ കടലുകൾക്കെല്ലാം ചൂട് കൂടി വരികയാണ്. ചൂട് കൂടി വരുംതോറും ന്യൂനമർദ്ദം കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ മഴ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇന്ത്യയും കേരളവും ഒക്കെ കടുത്ത ഒരു ഭീഷണിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഗോള താപനത്തിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളായിട്ട് ഇന്ത്യയും കേരളവും മാറാൻ പോകുന്നു എന്നുള്ളതാണ് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ആ കാര്യം കൂടി അവിടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഏതാണ്ട് 6-7 മാസത്തോളം ഇപ്പോ മഴയാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര എന്ന് ചോദിച്ചാലോ? കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര എന്ന് ചോദിച്ചാൽ 300 സെന്റിമീറ്റർ ആണ്. ശരാശരി വാർഷിക വർഷപാതം എത്ര? 300 സെന്റിമീറ്റർ. ചിലപ്പോൾ സെന്റിമീറ്റർ എന്ന് തരണമെന്നില്ല, പകരം മില്ലിമീറ്റർ തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 3000 മില്ലിമീറ്റർ. കേരളത്തിന്റെ വാർഷിക വർഷപാതം സെന്റിമീറ്ററിലാണ് പറയുന്നതെങ്കിൽ 300 സെന്റിമീറ്റർ ആണ്. വാർഷിക വർഷപാതം മില്ലിമീറ്ററിലാണെങ്കിൽ 3000 മില്ലിമീറ്റർ ആണ് എന്ന് കൂടി അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കാലത്തിലോട്ട് വരാം. ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എപ്പോഴാണ്? നേരത്തെ പറഞ്ഞ ഏതാണ്? ഇടവപ്പാതി കാലവർഷം കഴിഞ്ഞാൽ. ഇനി അത് കഴിഞ്ഞിട്ട് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. അതായത് വേറൊരു മഴക്കാലമാണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കേരളത്തിൽ പ്രവേശിച്ച് പശ്ചിമഘട്ടത്തിന്റെ ഭാഗത്തു കൂടി നീങ്ങി എവിടം വരെ പോകുന്നു? ഗുജറാത്ത് വരെ പോകുന്നു അല്ലെ. ഒക്ടോബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിൽ ചൂട് കൂടാൻ തുടങ്ങും. നിങ്ങൾ ഒക്ടോബർ ഹീറ്റ് എന്ന് ഇന്ത്യൻ ജോഗ്രഫി പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. അവിടെ ചൂട് കൂടാനായിട്ട് തുടങ്ങും. അതേസമയം എന്ത് സംഭവിക്കുകയും ചെയ്യും? ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും കൂടി ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാറ്റുകൾ, നേരത്തെ പോയ
കുറേ കാറ്റുകൾ തിരിച്ച് എങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങും? ബംഗാൾ ഉൾക്കടലിലോട്ട് പോകാനായിട്ട് തുടങ്ങും. അറബിക്കടലിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ തിരിച്ചു പോകുന്നത് കിഴക്ക് ഭാഗത്തുകൂടി, വടക്ക് നിന്ന് കിഴക്കോട്ട് നീങ്ങി ബംഗാൾ ഉൾക്കടലിലോട്ട് ഈ കാറ്റുകൾ പോകും. അതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്ത് നിന്ന് നേരത്തെ പറഞ്ഞു? തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ആ സമയത്ത് കാറ്റ് കുറച്ച് കേരളത്തിലും എത്തും. അപ്പോൾ കേരളത്തിലും എന്തുണ്ടാവും? മഴയുണ്ടാവും. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കേരളത്തിലും അനുഭവപ്പെടും. പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കോണം. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും ശക്തമായിട്ട് അനുഭവപ്പെടുന്നത് കേരളത്തിന്റെ ഏത് ഭാഗത്താണ്? ദക്ഷിണ കേരളത്തിലാണ്. ദക്ഷിണ കേരളത്തിലാണ്, കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലാണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം ശക്തമായിട്ട് അനുഭവപ്പെടുന്നത്. അല്ലെ? ഭൂപടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, കേരളത്തിന്റെ ഭൂപടം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലുണ്ടെങ്കിൽ ഇത് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. കിഴക്കോട്ടാണ് കാറ്റ് നീങ്ങുന്നത്. അപ്പോൾ തമിഴ്നാടിന്റെ ഭാഗത്ത് നല്ല മഴയുണ്ടാവും. ആ സമയത്ത് തന്നെ ആ കാറ്റുകൾ കേരളത്തിന്റെ ദക്ഷിണ ജില്ലകളിലും എന്ത് ചെയ്യും? എത്തും. അപ്പൊ അവിടെയും എന്തുണ്ടാവും? അവിടെയും മഴയുണ്ടാവും. അല്ലെ? അപ്പൊ രണ്ട് കാര്യം മനസ്സിലാക്കിക്കോണം. എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ പ്രഭാവം ഉണ്ടാക്കുന്നത് മലബാറിലാണെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും ശക്തമായിട്ട് അനുഭവപ്പെടുന്നത് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലാണ് എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കി വെക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, അല്ലെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, അതുമായി ബന്ധപ്പെടുന്ന മഴ, അത് കാലം ഏതാണ്? ഒക്ടോബർ നവംബർ, അല്ലെ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബറിലാണ് ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ആ സമയത്ത് അനുഭവപ്പെടുന്ന മഴയാണ് ഏത്? തുലാമഴ, അല്ലെ? തുലാമഴ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും അതിനെ നമ്മൾ പറയും തുലാമഴ, തുലാത്തിലെ മഴ എന്ന് പറയും. അതായത് മലയാളം കലണ്ടർ അനുസരിച്ചുള്ള മാസമാണ് തുലാമഴ. അപ്പോൾ മഴ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. കാലവർഷം ഇടവപ്പാതി നിങ്ങൾക്ക് തെറ്റത്തില്ല, സ്കൂളിൽ പോയിട്ടുള്ളവരാണ്. അപ്പൊ കാലവർഷം ഇടവപ്പാതി നിങ്ങൾക്ക് തെറ്റത്തില്ല. തുലാത്തിലെ മഴ തെറ്റിദ്ധരിക്കരുത്, അത് ഒക്ടോബർ നവംബറിൽ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം മൂലം ഉണ്ടാവുന്ന മഴയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് 2 മാസത്തോളമേ ഉള്ളൂ. ഇത് ഏതാണ്ട് 4 മാസത്തോളം ഉണ്ട്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസത്തിലാണ്. അതിൽ തന്നെ ഏതാണ്? ജൂലൈ മാസത്തിലാണ് എന്നുള്ളത് അവിടെ ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കാലാവസ്ഥയെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതുമായി ചേർത്ത് പഠിക്കേണ്ടതാണ് കേരളത്തിലെ പാരമ്പര്യമായിട്ടുള്ള നെൽകൃഷി രീതികളും പാരമ്പര്യമായിട്ടുള്ള നെൽകൃഷിയും. അതായത് പരമ്പരാഗതമായിട്ട് ഈ മഴയ്ക്കനുസരിച്ച് കേരളത്തിൽ നെൽകൃഷി ചെയ്യുമായിരുന്നു. ആ കൃഷിക്കാലങ്ങളെ അല്ലെങ്കിൽ ആ കൃഷിയെ നമ്മൾ 3ആയിട്ട് തിരിച്ച് പറയും. ഒന്ന് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഇതിലെ ഒന്നാം വിളവ് ആദ്യ വിളവ് ഏതെന്ന് ചോദിച്ചാൽ വിരിപ്പാണ്. ആദ്യ വിളവ് ഏതാണ്? വിരിപ്പാണ്. ഏപ്രിൽ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസത്തിലാണ് ഒന്നാം വിളയായിട്ടുള്ള നെൽകൃഷി. വിരിപ്പ് നെൽകൃഷി ഏപ്രിൽ മുതൽ ആഗസ്റ്റ് വരെയാണ്. അതായത് മേടം മുതൽ ചിങ്ങം വരെ. ചിങ്ങം എന്ന് പറയുമ്പോൾ മലയാളം കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസമാണ്. അതുകൊണ്ടാണ് ഒന്നാം വിള എന്ന് പറഞ്ഞത്. മലയാളം കലണ്ടർ പ്രകാരമാണ് പരമ്പരാഗതമായിട്ടുള്ള കൃഷിയും കാലാവസ്ഥയൊക്കെ നമ്മൾ നോക്കിയിരുന്നത്. അപ്പൊ ആദ്യത്തെ വിളവ് ചിങ്ങത്തിലെ വിളവെടുക്കുന്ന വിളവാണ്. ഏതാണ്? മേടം മുതൽ ചിങ്ങം വരെ ചെയ്യുന്ന കൃഷി, ഏപ്രിൽ ആഗസ്റ്റ് മാസത്തിലെ കൃഷി, പരമ്പരാഗത നെൽകൃഷി, അതറിയപ്പെടുന്നത് വിരിപ്പെന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാം വിള എന്ന് പറയുന്നത് മുണ്ടകനാണ്. രണ്ടാം വിളവ് എന്നറിയപ്പെടുന്ന കൃഷി ഏതാണ്? മുണ്ടകനാണ്. നെൽകൃഷി മുണ്ടകനാണ്. അതിന്റെ കാലം ഏതാണ്? സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ രണ്ടാം വിള മുണ്ടകൻ. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാം വിള ഏറ്റവും ഒടുവിലത്തെ വിള, മൂന്നാം വിളയാണ് ഏത്? പുഞ്ച. മൂന്നാം വിളയാണ് പുഞ്ച. പുഞ്ച കൃഷിക്ക് വളരെ പേര് കേട്ട പ്രദേശമാണ് കുട്ടനാട്. പുഞ്ച കൃഷിക്ക് വളരെ പേര് കേട്ട പ്രദേശമാണ് കുട്ടനാട്. നമുക്കറിയാം കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴെയായിട്ടുള്ള പ്രദേശങ്ങളിൽ, കായൽ പ്രദേശങ്ങളിലൊക്കെ സാധാരണ ചെയ്യുന്ന കൃഷി എന്ന് പറയുന്നത് പുഞ്ച കൃഷിയാണ്. മനസ്സിലാക്കിക്കോണം. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ കായൽ തീരങ്ങളിലൊക്കെ സാധാരണയായിട്ടുള്ള കൃഷി എന്ന് ചോദിച്ചാൽ അത് പുഞ്ച കൃഷിയാണ്. പുഞ്ച കൃഷി പാരമ്പര്യമായിട്ടുള്ള നെൽകൃഷികളിൽ എത്രാമത്തെ വിളയാണ്? മൂന്നാമത്തെ വിളയാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കാം. അതിന്റെ കാലം ജാനുവരി, ഏപ്രിൽ
ഏപ്രിലാണ്. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് പുഞ്ചകൃഷിയുടെ കാലം. ഈ മാസങ്ങൾ നോക്കിയിട്ട് ആദ്യം രണ്ടാമതെന്ന് തിരിക്കരുത്, കാരണം ഇത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള മാസമാണ് നമ്മൾ എഴുതുന്നത്. ഈ കൃഷി ഏതനുസരിച്ചാണ്? മലയാളം കലണ്ടർ പ്രകാരം മലയാളം മാസം വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ആദ്യം വരുന്നത് ചിങ്ങമാണ്. അതാണ് ഒന്നാം വിള എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പണ്ടേ നമ്മുടെ പൂർവികര് കൃഷി ചെയ്തിരുന്നു. ആ കൃഷി ചെയ്യുന്നതിന് അവരെന്തും കൂടി കണക്കിലെടുത്തിരുന്നു? കാലാവസ്ഥ കൂടി കണക്കിലെടുത്തിരുന്നു. അപ്പൊ ആ കാലാവസ്ഥക്കനുസരിച്ച് മഴ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ അനുസരിച്ചാണ് അവർ കൃഷി ചെയ്തിരുന്നത്, അല്ലെ? അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു കാർഷിക കലണ്ടർ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പഴമക്കാർ കൃഷി ചെയ്യുന്നതിനും ഒരു കലണ്ടർ സ്വീകരിച്ചിരുന്നു. അവരുടേതായിട്ടുള്ള ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കാർഷിക കലണ്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര കലണ്ടർ എന്ന് പറയും. ജ്യോതിശാസ്ത്രം എന്ന് പറയാനുള്ള കാര്യം, സൂര്യൻ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് പോകാൻ എടുക്കുന്ന സമയം, ആ സമയത്തിനനുസരിച്ച് മഴ പെയ്യുമോ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ എന്തെല്ലാം മാറ്റം സംഭവിക്കുമെന്ന് പഴമക്കാർ മനസ്സിലാക്കുമായിരുന്നു. ഒരു നിശ്ചിത പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് സൂര്യൻ നീങ്ങുന്നതിന്, സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വാക്ക് ഉപയോഗിക്കും, സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായർ എന്ന് പറയും, അല്ലെ? ഞായർ എന്നുള്ള വാക്ക് സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സൂര്യൻ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് നീങ്ങുന്നതിനനുസരിച്ച് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ആൾക്കാർ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റിലോട്ട് മാറുമ്പോൾ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവർ ആ സമയത്തിനനുസരിച്ചൊക്കെ കൃഷി ചെയ്തു വരുന്നു. അപ്പൊ ആ പഴയ ജ്യോതിശാസ്ത്ര കലണ്ടർ അല്ലെങ്കിൽ കാർഷിക കലണ്ടർ, ആ കലണ്ടർ അനുസരിച്ച് 365 ദിവസം, ആ 365 ദിവസങ്ങളെ അവർ കൃത്യമായിട്ട് ഭാഗിച്ചു എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് സൂര്യൻ നീങ്ങാൻ എടുക്കുന്ന സമയം അത് 13.5 ദിവസമാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് സൂര്യൻ നീങ്ങാൻ എടുക്കുന്ന സമയം 13.5 ദിവസമാണ്. ആ 13.5 ദിവസത്തെ ആ പറഞ്ഞ സമയ കാലയളവിനെ അവർ ഞാറ്റുവേല എന്ന് വിളിച്ചു. സൂര്യനാണല്ലോ മാറുന്നത്, അപ്പൊ ഞാറ്റുവേല, അതായത് ഞാറ്റുവേള, സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആ വേള, ഞാറ്റുവേല. അപ്പൊ ഒരു ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എന്ന് ചോദിച്ചാൽ 13.5 ദിവസമാണ്. സൂര്യൻ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് മാറാൻ എടുക്കുന്ന സമയം 13.5 ദിവസം. അങ്ങനെ 365 ദിവസമാണല്ലോ ഒരു വർഷം. അതിനെ 13.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 13.5 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും 27. അപ്പൊ ഒരു വർഷത്തിൽ എത്ര ഞാറ്റുവേലകളുണ്ട് എന്ന് ചോദിച്ചാൽ 27 ഞാറ്റുവേലകളുണ്ട്. 13.5 ദിവസം, അങ്ങനെ ഒരു വർഷത്തിൽ എത്ര ഞാറ്റുവേലയുണ്ടെന്ന് ചോദിച്ചാൽ 27 ഞാറ്റുവേലയുണ്ട്. അതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. ഓരോ കാര്യത്തിലും ഞാറ്റുവേലയുമായിട്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പഴഞ്ചൊല്ലുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പഴഞ്ചൊല്ലാണ് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തിരുമുറിയാതെ മഴ. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തിരുമുറിയാതെ മഴ. ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ കാർഷിക കലണ്ടറുമായിട്ട്, പഴമക്കാരുടെ കാർഷിക കലണ്ടറുമായി, ജ്യോതിശാസ്ത്ര കലണ്ടറുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അറിയാമോ? അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മണ്ണിനങ്ങളെ കുറിച്ചാണ് പഠിച്ചത്, അല്ലെ? എന്തിനാണ് മണ്ണിനെ മനസ്സിലാക്കിയത്? മണ്ണിൽ എന്തൊക്കെ പോഷക ഘടകങ്ങളുണ്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൃഷി ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? ഇപ്പോൾ നമ്മൾ കാലാവസ്ഥയെ കുറിച്ച് പഠിച്ചു. എന്തിനാണ് കാലാവസ്ഥയെ മനസ്സിലാക്കുന്നത്? കാലാവസ്ഥയെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചും എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആരാണ് നല്ല കർഷകൻ? മണ്ണിനെ അറിഞ്ഞ് കാലാവസ്ഥയെ അറിഞ്ഞ് കൃഷി ചെയ്യുന്നവനാണ് നല്ല കർഷകൻ. അവൻ എന്ത് ചെയ്യും? പൊന്ന് വിളയിക്കും മണ്ണിൽ, അല്ലെ? അപ്പൊ നിങ്ങളൊരു നല്ല ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇത്തരം ചില സ്വഭാവങ്ങൾ നിങ്ങളുടെ പഠനത്തിലും വേണം. കാലമനുസരിച്ചും സാഹചര്യം അനുസരിച്ചും പഠിക്കാനും കണ്ടെത്താനുമുള്ള മിടുക്ക് നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.